ടേബിളിൽ ചെന്നിരുന്നിട്ട് ഒരു വില കൂടിയ വൈൻ ഓർഡർ ചെയ്യുമ്പോഴാണ് അവളാണ് ഞെട്ടിപ്പോയി ഈ വൈന് ഫ്രീ ആണോ പൈസ ആണെന്ന് അറിയാതെ അവളെ സ്റ്റാഫിനോട് ചോദിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവിടെ യാൻഷങ്ങാണ് ജസ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോഴ്സ് ചെയ്താൽ അങ്ങ് വാങ്ങിക്കും. കാരണം ഇത് സത്യത്തിൽ ബില്ലാണ്, ഇവർക്ക് ഫുഡ് മാത്രമേ ഉള്ളൂ ഫ്രീ. അതുകൊണ്ട് അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ഇവൾക്കും കൂടെ കുടിക്കാൻ വേണ്ടി വൈൻ ഒഴിച്ചു കൊടുക്കും. അപ്പോഴാണ് അവളും എന്തായാലും ഞാനല്ല പൈസ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ ആ വൈൻ ഫുള്ളെടുത്ത് കുറെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും മുഖത്തൊരു സന്തോഷമില്ലാതെ ആ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ആ സ്റ്റാഫാണ് ബില്ല് എപ്പോഴേ ഇവളുടെ കൂടെ വന്ന ആ പയ്യൻ അടച്ചെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവള് ഷോക്കായിട്ട് അപ്പൊ നീ ഓസിനുള്ള ഫുഡാന്ന് അറിഞ്ഞിട്ട് നിന്നെ കളിയാക്കിയതാണെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും നീ ചെലവേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓസിനാണ് ഫുഡ് വാങ്ങിച്ചറിഞ്ഞെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അവൾ ഈ ഓസിന് ഫുഡ് കിട്ടുന്ന അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമില്ലെന്ന് പറഞ്ഞ് ഇവൾ കഷ്ടപ്പെട്ടിട്ട് ആ ലോട്ടറി കിട്ടിയെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നിനക്ക് നല്ല സിൻസിയറിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കുറിച്ച് പൊക്കി പറയുമ്പം അവളും എങ്കിൽ പിന്നെ ഇതിന് പകരം എന്തായാലും ആഗ്രഹമുണ്ട് പറയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും എനിക്ക് സ്വിമ്മിംഗ് ക്ലബ്ബിൽ കുറച്ച് നാളത്തേക്ക് ഒരു വർക്കിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇവളെ സഹായത്തിന് വിളിക്കുമ്പം അവൾ സന്തോഷത്തിൽ ഞാൻ ആ സഹായം ചെയ്തോളെന്ന് പറയും. അപ്പോഴാണ് ഇവൾ അടുത്തുള്ള ഒരു കട കണ്ടിട്ട് ഇവൾ ക്ലൈംബിങ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഒരു ഷൂ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട കടയിലെ സ്റ്റാഫും പുറത്തേക്ക് വന്നിട്ട് ഇത് ഇന്ന് വാങ്ങിക്കുവാണെങ്കിൽ വില കുറവാന്ന് പറഞ്ഞ് അവളോട് ഈ കാര്യം പറയുമ്പം അവളെങ്കിൽ പിന്നെ ഇത് നാളെ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് സ്റ്റാഫും ഇന്നത്തോടെ ഈ സെയിൽസ് തീരുമെന്ന് പറഞ്ഞ ഉടനെ അവളെങ്കിൽ പിന്നെ തൽക്കാലം ഇപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞ് അവൾ ആ ഷൂ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവനും ഇവൾക്ക് ആ ഷൂ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം യാൻഷാങ്ങിനെ സഹായിക്കാൻ വേണ്ടി സിയാൻ അവരുടെ ക്ലബ്ബിൽ ചെന്ന് നോട്ടീസ് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് കുറെ പേരൻസും അതേപോലെ തന്നെ വേറെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇവരുടെ കോളേജിൽ നോക്കാൻ വേണ്ടി വന്നേക്കുക. അതുകൊണ്ട് സ്വിമ്മിംഗ് ക്ലബ്ബിൽ ഇവരാണ് ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അങ്ങനെ യാൻഷാങ്ങും കൊച്ചു പിള്ളേരെ വരുന്നതുകൊണ്ട് അവരെ നോക്കിക്കോളാൻ ലിങ്ങിനെ പറയുമ്പം അവനും പേടിച്ചിട്ട് കൊച്ചുള്ളവർ കൊണ്ട് എന്നെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഐസിനങ്ങ് പിന്മാറും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ടോങ് ആണ് സിയാനെ കൊടുത്ത് പറഞ്ഞേക്കാന്ന് പറഞ്ഞ് അവളോട് ഈ സഹായം ചെയ്യിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് സന്തോഷത്തിൽ ഞാനിതൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ കൊച്ചുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ആ പിള്ളേരോട് വന്നേക്കുന്ന 2 ടീച്ചേഴ്സേ ഉള്ളു. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇത്രയും പിള്ളേർ ഞങ്ങൾ നോക്കുന്ന കുറച്ച് കഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവളും കൂടെ സഹായത്തിന് വിളിക്കും. അങ്ങനെ അവൾ ആ പിള്ളേരുടെ കൂടെ ഈ കോളേജൊക്കെ ചുമ്മാ ചുറ്റി കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിള്ളേരാണ് പൊടി പിള്ളേരൊന്നല്ല, നല്ല കുരുത്തക്കേടിന്റെ അങ്ങേയറ്റമാണ് ഇവരൊക്കെ. അങ്ങനെ അത് മനസ്സിലാക്കുന്ന അവളാണ് പേടിച്ചുപോയി പിള്ളേരാന്ന് പറഞ്ഞ് വന്നത് സീനായി പോയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ടീച്ചേഴ്സ് എല്ലാവരും കൂടെ എല്ലാ പിള്ളേരും കറക്റ്റ് ഉണ്ടോന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്തോണ്ടിരിക്കുമ്പം ഒരാൾ മാത്രം മിസ്സിംഗ് ആണെന്ന് അറിയാൻ വരും. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് പേടിച്ചുപോയി എങ്കിൽ പിന്നെ ഞാൻ പോയി കണ്ടെത്തിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ആ ടീച്ചേഴ്സിനെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അവൾ അവിടെ നിന്ന് ആ ഒരു സ്റ്റുഡന്റ് അന്വേഷിച്ച് പോകുമ്പോഴാണ് ആ കൊച്ചുകുട്ടിയാണ് അവിടെ നിന്ന് ഉറുമ്പിനെയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ഇവള് പേടിച്ച് മോളെ നമുക്ക് വാ പോവാന്ന് പറഞ്ഞ് വിളിക്കുമ്പം അവൾ എന്റെ ഉറുമ്പിനെ ചവിട്ടി പോലെന്ന് പറഞ്ഞിട്ട് ഇവൾ അനങ്ങാതിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് സിയാനും പേടിച്ചുപോയി ഇവളുടെ കൂടെ തന്നെ ആക്ട് ചെയ്ത് എങ്ങനെയൊക്കെ വിളിച്ചോണ്ടോന്ന് പറഞ്ഞിട്ട് അവൾ അടുത്ത് തന്നെ ഇരുന്നോണ്ടിരിക്കും. അതേസമയം യാൻഷങ്ങിനെ സഹായിക്കാൻ വേണ്ടി ഷിയ യുവാനും കൂടെ അവിടേക്ക് വരുമ്പോഴാണ് അവനെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കാര്യം നോക്കിക്കോ, ഞാൻ പോയി സിയാനും നോക്കിയിട്ടരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കേട്ട് ടോങ് വീണ്ടും ജലസാവുന്നത്. കാരണം ഇവന്റെ അടുത്ത് നിന്ന് മാറ്റാൻ വേണ്ടി അവൾക്ക് ആ പണിയേപ്പിച്ച്. പക്ഷെ ഈ യാൻഷങ് തന്നെ ഫോഴ്സ് ചെയ്ത് അവൻ അവിടേക്ക് ചെല്ലുക. അപ്പോഴാണ് ഇവളെ ഒറ്റയ്ക്ക് കൊച്ചുകുട്ടിയോട് എന്തോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ ഈ കൊച്ചു മാത്രം മിസ്സായി പോയി വന്നതെന്ന് പറയും. അങ്ങനെ ഇവരുണ്ട് സംസാരിക്കുന്ന നടക്കായിരിക്കും ആ കൊച്ചു വെള്ളത്തിൽ വീണ് വന്നത്. അങ്ങനെ അതുകൊണ്ട് അവളും എന്നെ ആരിലേക്ക് രക്ഷിക്കുന്ന പറഞ്ഞ് അവിടെ നിലവിളിക്കുമ്പം ഇത് കണ്ട് യാൻഷങ് അപ്പം തന്നെ പേടിച്ച് അവളെ രക്ഷിക്കാൻ വേണ്ടി ഓടി ചെല്ലും. പക്ഷെ ഇവനാണ് ആ വെള്ളത്തിൽ മാത്രം ചാടാൻ തോന്നത്തില്ല. കാരണം ഇവന്റെ മനസ്സിൽ ഇപ്പോഴും ആ പേടിയുണ്ട്, ഇവൻ കാരണം അവന്റെ കൂട്ടുകാരൻ മരിച്ചോ എന്നറിഞ്ഞ്. അങ്ങനെ അതുകൊണ്ട് അവൻ പേടിച്ച് അവിടെ തന്നെ നിൽക്കുമ്പം ആ സമയം കൊണ്ട് തന്നെ സിയാൻ ആ കൊച്ചുകൂടി രക്ഷിച്ചിട്ട് അങ്ങ് വരും. അങ്ങനെ അതിനുശേഷം ആ ടീച്ചറും ഇവൾക്ക് താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പേ സിയാന്റെ കാലിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് ചോദിക്കും. കാരണം ഇവള് വെള്ളത്തിൽ ചാടുമ്പോൾ ഇവളുടെ കാല് ചെറുതായിട്ട് ഉളുക്കി കാണും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന യാൻഷങ് ആണ് എങ്കിൽ പിന്നെ ഇപ്പം തന്നെ നമുക്ക് ഡോക്ടറിനെ കാണാമെന്ന് പറഞ്ഞിട്ട് അവളെ പൊക്കിയെടുത്തോണ്ട് ഇവരുടെ കോളേജിലുള്ള ക്ലിനിക്കിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടുത്തെ നഴ്സ് ഇവളോട് ഒരാഴ്ച ഇനി നടന്ന മിക്കവാറും നിന്റെ പെയിൻ കൂടത്തുള്ളെന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് നടക്കാൻ വേണ്ടി സ്റ്റിക്ക് കൊടുത്തേക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് സൈക്കിളായിട്ട് വരുന്ന യാൻഷങ് ആണ് നീ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, വന്ന് സൈക്കിളിൽ കയറുന്ന പറഞ്ഞിട്ട് അവൾക്ക് ലിഫ്റ്റ് കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തിൽ അവൻ്റെ കൂടെ അവിടെ നിന്ന് പോകുമ്പം അവൻ ഇനി തൊട്ട് എല്ലാ ദിവസവും ഞാൻ നിന്നെ ഒന്ന് പിക്കപ്പ് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കും. അതിനുശേഷം ഇവൾ കഴിക്കാൻ വേണ്ടി അവന് ഹോസ്റ്റലിൽ ഒരു പെങ്കൊച്ചിനോട് ഫുഡ് കൊടുത്തയക്കുമ്പം അവൾ ഫുഡ് കൊണ്ടുവന്ന് ഇവളുടെ കൊടുത്തിട്ട് അപ്പോൾ കോളേജ് പിള്ളേരൊക്കെ പറയുന്ന പോലെ നിങ്ങൾ തമ്മിൽ റൊമാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ചുമ്മാ തമാശയ്ക്ക് ചോദിക്കുമ്പം ഇവിടെ സിയാനാണ് അത് കേട്ട് സന്തോഷം വരുത്തുള്ളൂ. കാരണം അവൾക്ക് യാൻഷങ്ങിന് ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം യാൻഷങ് ഫോൺ വിളിച്ച് ഇവൾക്ക് ആ ഫുഡ് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ ഫുഡൊക്കെ കിട്ടി, പക്ഷെ ഇത് ഫുള്ളും വെജിറ്റബിൾസ് ആണെന്ന് പറയും. അപ്പോഴാണ് അവനും ഇനി തൊട്ട് ഇതൊക്കെ കഴിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഇനി ഇവളുടെ കാല് ശരിയാവുന്നവരെ അവൻ നോക്കിക്കോളാൻ പറയും. അതുകൊണ്ട് അവളാണ് ഷോക്കാകുമ്പം
ഇത് കേട്ട് അവനും നീ ആ ഫുഡാണോ തട്ടിയിട്ടേന്ന് പറഞ്ഞിട്ട് ഇവൾ ഇപ്പൊ തന്നെ വീഡിയോ കോൾ ചെയ്ത് ഇവന്റെ ഫ്രണ്ട് വെച്ച് തന്നെ കഴിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് ഇവള് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് അവന് ചൈൽഡിഷ് എന്ന് പറഞ്ഞ് കളിയാക്കും. അതോടെ അവളാണ് ദേഷ്യത്തി എടാ ഞാൻ ഫുഡ് കഴിക്കുന്ന കാണാനല്ലേ നീ വിളിച്ചേ, നീ എന്തിനാണ് എന്റെ ഡ്രസ്സൊക്കെ നോക്കുന്നത്, കൂടാതെ കഷ്ടപ്പെട്ടാ ഞാൻ ഓഫറിന് വാങ്ങിച്ചേ. ഏതിന് ഇവളും പറയുമ്പം അവന് റൂമൊക്കെ എന്തുവാ ഇങ്ങനെ വൃത്തിയില്ലാതിരിക്കുന്നതെന്ന് നോക്കും. അപ്പോഴാണ് അവളും ഈ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്ന എന്റെ മറ്റേ റൂംമേറ്റ് എന്ന് പറയുമ്പം അവളും പല്ല് വെച്ചോണ്ട് അവിടേക്ക് വരും. അപ്പോഴാണ് ഇവിടെ വീഡിയോ കോൾ യാൻഷങ് ഇരിക്കുന്നുണ്ട്. എനിക്കിട്ട് പണി തന്നെയാണോ സിയാങ് എന്ന് പറഞ്ഞിട്ട് അവൾ ചീത്ത വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതിനുശേഷം ഇത് കണ്ട് ഇവളും ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന അവളുടെ കൂട്ടുകാരിയും സിയാനെ നീ വീണ്ടും കളിയാക്കാതെ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കും. അപ്പോഴാണ് ഇവളുടെ കാലുണ്ട് ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും ചെറിയൊരു ഒളുക്കാന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരിയും എന്തായാലും യാൻഷങ്ങിനെ സഹായിക്കാൻ പോയതുകൊണ്ടല്ലേ നിന്റെ കാലിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് റെസ്പോൺസിബിലിറ്റി ഫുള്ളും അവന്റെയാന്ന് പറയും. അപ്പോഴാണ് സിയാനും ഇത്രയും സമയം വീഡിയോ കോൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ കൂട്ടുകാർ ഇത് കണ്ട് ഷോക്കായിട്ട് ഈ മാങ്ങത്തല എല്ലാം കേട്ടോണ്ടിരുന്നാണെന്ന് പറഞ്ഞിട്ട് അവൾ ഞെട്ടിപ്പോകും. അങ്ങനെ അടുത്ത ദിവസം കൂട്ടുകാരിയും അവളെ ക്ലാസ്സിലേക്ക് വിളിച്ചുകൊണ്ട് സഹായിച്ചോണ്ടിരിക്കുമ്പോഴാണ് യാൻഷങ് പ്രോമിസ് ചെയ്ത പോലെ തന്നെ അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് എല്ലാരും കൂടെ ഇത് കണ്ട് ഷോക്കായിട്ട് ഇവർ തമ്മിൽ എന്തോ നടക്കുന്നെന്ന് പറഞ്ഞ് എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവളും കുറച്ച് സന്തോഷത്തി ഇവന്റെ കൂടെ അവിടെ നിന്ന് പോകുമ്പോൾ കൂട്ടുകാരിയും ഇവന്റെ കൂടെ പോകുന്നത് നിനക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് അവളും പറഞ്ഞയക്കും. അതിനുശേഷം ഇവളെ കാണുന്ന ലിങ്ങാണ് നിനക്ക് പെട്ടെന്ന് റിക്കവറി ആകാൻ വേണ്ടി ഒരു കിടിലൻ ചിക്കൻ പീസ് വാങ്ങിച്ചാലെന്ന് അവനും പറയുമ്പം അവളെ സന്തോഷത്തിൽ തുള്ളിച്ചാടും. അപ്പോഴാണ് അടുത്തിരുന്ന് യാൻഷങ്ങും നിനക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇവൻ പറയുന്ന ഫുഡ് മാത്രം കഴിക്കാൻ പറയും. അപ്പോഴാണ് ലിങ്ങും ഈ ചതിയൻ അതിനും ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് സീക്രട്ട് ആയിട്ട് പിന്നെ തരാന്ന് പറയുമ്പം അവന് സീക്രട്ട് ആയിട്ട് തരുവാണ് പിന്നെ സ്വിമ്മിംഗ് ക്ലബ്ബൊക്കെ നീ വേണം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവനും പേടിച്ചിട്ട് ഞാൻ ആർക്ക് ഫുഡ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതിനുശേഷം ഇവൾ അവളുടെ ക്ലബിലേക്ക് വരുമ്പോൾ ആ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ കാല് വയ്യാതെ എന്തിനാ പ്രസിഡന്റ് ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അവളെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും നിങ്ങളൊക്കെ പുതിയതായതുകൊണ്ട് നിങ്ങളുടെ സേഫ്റ്റി ഞാനല്ലേ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളും കുഴപ്പമില്ലെന്ന് അറിയും. അപ്പോഴാണ് യാൻഷങ്ങും എന്തായാലും ഇവൾക്ക് വയ്യാത്തോണ്ട് അവൻ നോക്കിക്കോളെന്ന് പറഞ്ഞ് ഇവരെല്ലാം അവൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് അവരെല്ലാം സന്തോഷത്തിൽ ക്ലാപ്പ് അടിക്കുമ്പം സിയാനാണ് അപ്പൊ എന്നെ മാറ്റാൻ വേണ്ടി നിങ്ങളെ കാത്തിരുന്നാണെന്ന് പറഞ്ഞ് അവൾ ഞെട്ടിപ്പോകും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ യാൻഷങ് തരുന്ന കോച്ചിങ് കണ്ട് ഇവന്മാരെല്ലാം പേടിച്ചുപോയി ഇതിനും ഭേദം ഞങ്ങളുടെ സിയാനാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം സിയാനും ഇവരൊക്കെ തുടക്കമായതുകൊണ്ട് ഇത്രയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഇതോടെ നിർത്തിക്കോളാൻ പറയുമ്പം അവനെങ്കിൽ പിന്നെ തൽക്കാലം മതി എന്ന് പറഞ്ഞ് അവരെല്ലാം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവള് റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇവൻ എവിടെ പോയാലും ഞാൻ കൂട്ടിനേരെന്ന് പറഞ്ഞിട്ട് അവളെ കൂടെ ചേർന്ന് സഹായിച്ചോണ്ടിരിക്കും. അതേസമയം ഇവള് റെസ്റ്റ് റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവിടെ വേറെ പെമ്പിള്ളേരാണ് യാൻഷങ് ഗേൾസ് ബാത്റൂമിന്റെ പുറത്ത് ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് അവരൊക്കെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളും വെറുതെ അവന് ചീത്തപ്പേര് കിട്ടണ്ടെന്ന് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പം ഇപ്പോഴും യാൻഷങ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് അവള് ഷോക്കായി ഇത്ര സമയം എനിക്ക് വേണ്ടി അപ്പൊ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ നിനക്ക് വാക്ക് തന്ന അതേപോലെ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് സിയാനും മൊത്തം സന്തോഷത്തിലായി. ഇതേ സമയം ഇവിടെ ടോങ് ആണ് യാൻഷങ് അവളെ സഹായിക്കാൻ പോയ കാര്യം അറിഞ്ഞിട്ട് അവളും കുറച്ച് ദേഷ്യത്തി അവന് വേണ്ടി ഓഫീസിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് യാൻഷങ് അവിടേക്ക് വരുന്ന കണ്ടിട്ട് ഇവള് മനഃപൂർവ്വം ഇവന്റെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവളുടെ ലാപ്ടോപ്പിനകത്ത് വെള്ളം എടുത്തും കഴിച്ചു വയ്ക്കും. അതിനുശേഷം അവളും എന്റെ ലാപ്ടോപ്പ് ചീത്തയായി പോയെന്ന് പറഞ്ഞ് യാൻഷങ്ങിനെ സഹായത്തിന് വിളിക്കുമ്പോൾ അവൻ ഇതിന് കടയിൽ കൊടുത്താലേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ അറിയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നിനക്കറിയാവുന്ന കടയുണ്ട് എന്നെ വിളിച്ചോണ്ടോന്ന് പറഞ്ഞ് അവൾ യാൻഷങ്ങിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും ഇന്നൊരു ദിവസം മാത്രം സിയാനെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ അതുകൊണ്ട് അത് കണ്ടിട്ട് അവളാണ് എല്ലാ സമയത്തും സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം മാത്രം എന്താ പിന്മാറി നിന്ന് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം ഇവിടെ ലാപ്ടോപ്പ് ശരിയാക്കാൻ കുറെ സമയമായതുകൊണ്ട് ടോങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് ആണെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചോണ്ട് അടുത്തുള്ള കടയിലേക്ക് ചെല്ലുമ്പം അവനെങ്കിൽ പിന്നെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവനത് ബില്ല് പേ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് ദൂരെ ചെന്ന് ഇരുന്നിട്ട് മനഃപൂർവ്വം സിയാങ്ങിനെ വെറുപ്പിക്കാൻ വേണ്ടി അവൾ അവിടെ നിന്ന് ഒരു സെൽഫി എടുക്കും. അത് ആ ഫോട്ടോയ്ക്കകത്ത് ഇവൻ ഉള്ളതുപോലെ. അപ്പോഴാണ് ഈ ഫോട്ടോ കാണുന്ന അവളാണ് നീ ഇവളുടെ കൂടെ ഡേറ്റ് ചെയ്യുന്നതിനാണോ ബിസി എന്ന് പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാത്തതെന്ന് പറഞ്ഞ് അവളും ദേഷ്യത്തിൽ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവളുടെ അമ്മമ്മയെ വീഡിയോ കോൾ ചെയ്ത ഉടനെ ഇവൾ അവളുടെ കാല് മറച്ചു വെച്ചിട്ട് അവളുടെ അമ്മമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും ചെറുതായിട്ട് സ്ലിപ്പ് ആയത് ഉടനെ അമ്മമ്മ ഇവളുടെ കാല് വയ്യായിരിക്കുന്ന മനസ്സിലാക്കി ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് പേടിച്ചു പോകും. അപ്പോഴാണ് അവളും ഇതൊരു ചെറിയ ഒളുക്ക അമ്മമ്മയെന്ന് പറഞ്ഞിട്ട് അവരെ സമാനപ്പെടാൻ വേണ്ടി പറയും. ഇത് കേട്ട് അമ്മമ്മയാണ് വിഷമിച്ചുപോയി. ഇവളെ കാണാൻ കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവർ നാളെ തന്നെ ഇവളെ കാണാൻ വേണ്ടി വരുമെന്ന് പറയും. പക്ഷെ അവൾ ഇതിന് വേണ്ടി ഒന്ന് വരണ്ടെന്ന് പറഞ്ഞ് അവളുടെ അമ്മമ്മയെ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. ഒരു പക്ഷെ അമ്മമ്മയ്ക്ക് എന്നെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ട്, അടുത്ത ആഴ്ച സൂപ്പർവൈസറിനെ വിളിച്ചോണ്ട് അമ്മമ്മ വന്നാതി എന്ന് പറഞ്ഞിട്ട് ഇവൾ അമ്മമ്മയോട് സംസാരിച്ച് ഫോൺ കിട്ടിയും. അപ്പോഴാണ് യാൻഷങ്ങും നാളെ രാവിലെ 8 മണിക്ക് ഇവളൊന്ന് പിക്കപ്പ് ചെയ്യാന്ന് മെസ്സേജ് ഇട്ടേക്കും. അതുകൊണ്ട് അടുത്ത ദിവസം അവന് സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവൾ ഇനി തൊട്ട് എന്നെ സഹായിക്കാൻ നീ വരണ്ടെന്ന് അറിയും. അതുകൊണ്ട് അവന് ഷോക്കായി അതെന്താ പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ
അവളും കുറച്ച് അസൂയോടെ നീ ബിസി ആയതുകൊണ്ട് ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയും. അപ്പൊ ഞാൻ ഇത് കേട്ട് അവനും ചിരി വന്ന് ചുമ്മാ താളടിക്കാതെ വന്ന് വണ്ടി കയറുന്ന പറഞ്ഞ് അവളെ വിളിക്കുമ്പം അവളിപ്പോ എന്റെ കാലിനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടന്നു പോകും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ഇത് ഇവൾക്ക് എന്തോ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനൊന്നും പിടികിട്ടത്തില്ല. എല്ലാം ടോങ് ചെയ്ത പണിയാണ്. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.